ഈ കുട്ടികളെ കുഞ്ഞു പ്രായത്തിലെ അവർക്കൊരു ബെസ്റ്റി ഉണ്ടാവുക. ഇന്ന് ഈ ബെസ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ അല്ലേ സ്കൂളിൽ അങ്ങനെ ഇല്ലേ? ലിമിറ്റിന് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ. അപ്പൊ ഈ ബെസ്റ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, എനിക്കൊരു ബെസ്റ്റി ഇല്ലേ ഒരു പ്രശ്നമാണ്. അത് എല്ലാവർക്കും ബെസ്റ്റികളുണ്ട്. ഇപ്പം ഈ ബെസ്റ്റി എന്ന് പറയുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആണല്ലോ. അത് അങ്ങനെ ഒരു ടേം ഉപയോഗിക്കുന്നില്ല. പക്ഷെ അതിലുപരിയായിട്ട് എനിക്കൊരാൾ വേണം, അതൊരു നോർമലായിട്ട് അയക്കുക. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒത്തുകല്യാണത്തിനാണ് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരാളെ പ്രൊപ്പോസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് ഞാൻ ഇന്നയാളിനെ പ്രൊപ്പോസ് ചെയ്തായിരുന്നു, അത് വളരെ നോർമലായിട്ട് നമ്മളോട് പറയാം. നമ്മൾ ഇതെന്ത് ഈ കുഞ്ഞു പ്രായത്തിലെ കുട്ടിയെ പ്രൊപ്പോസ് ചെയ്തോ, എന്തോ ഈ പ്രൊപ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവരുടെ സ്വന്തമായിട്ട് ഒരാളെ സ്വീകരിക്കുക, വേറൊരാളുടേതല്ലാതെ അങ്ങനെ ആവുന്നതിനാണ് ഈ പ്രൊപ്പോസ് ചെയ്യാന്ന് പറയുന്നത്. അത് വളരെ ചെറിയ ക്ലാസ്സിലെ തൊട്ട് കുട്ടികൾ ഈ പ്രൊപ്പോസ് ചെയ്തു എന്നുള്ള ടേം അവിടുന്ന് കിട്ടി. അഡൽട്സ് വീട്ടുകാരുടെയും അവരവരുടെയും അനുവാദത്തോടെയും സമ്മതത്തോടെ എല്ലാം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ ഈ പ്രൊപ്പോസ് ചെയ്തു എന്നൊക്കെ ഉള്ള ടേം ഉപയോഗിക്കുക, അല്ലെ അങ്ങനെ ഒരു ഇതൊക്കെ വന്നത് എവിടുന്നാണ്, അതിന്റെ സ്വാധീനം വന്നത്, അതെങ്ങനെയാണ് ഒരു ഷെയിം ഇല്ലാതെ വളരെ ഓക്കെ ആയിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്നത്, അതൊക്കെ എവിടുന്നാ വന്നതെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും മീഡിയയുടെ സ്വാധീനത്തിൽ നിന്നാണ്.